നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫേസിന്റെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയുടെ കട്ട് ഓഫിന്റെ ഒരു പ്രൊഡിക്ഷനെ കുറിച്ച് തന്നെയാണ്. ഇത് ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ആരുടെയും കട്ട് ഓഫ് പ്രൊഡിക്ഷൻസ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ ഇതില് നമ്മുടെ തൊഴിൽ വീതിക്കാതെ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസിൻ്റെത് 50 മാർക്ക് മുതൽ 60 മാർക്ക് വരെയാണ് കേട്ടോ. 50 to 60 എന്നാണ് തൊഴിൽ വീതി പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഫേസ് പരീക്ഷ അത്ര ബുദ്ധിമുട്ടല്ലായിരുന്നു, പരീക്ഷിക്കാതെ രണ്ടാം ഘട്ടം എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 മാർക്ക് മുതൽ 60 മാർക്ക് വരെയായിരുന്നു. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ എന്ത് ചെയ്യുക, KFPSC എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ കടക്കാം. 67 തസ്തികയിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനങ്ങൾ പുതുതായിട്ട് വരാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് വാർത്ത എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, വനിതാ ഫയർ ഓഫീസർ ഉൾപ്പെടെ 67 തസ്തികയിലേക്കാണ് കേരള PSC വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന തസ്തികകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ 67 തസ്തികക്കകത്ത് വേറെയും ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. പക്ഷേ ജനറൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഈ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വനിതാ ഫയർ ഓഫീസർ ഉൾപ്പെടെയുള്ള തസ്തികകളാണ്. അപ്പൊ എന്തായാലും ഫോഴ്സ് പരീക്ഷകളിലേക്ക് കാത്തിരിക്കുന്നവർക്ക്, തയ്യാറെടുക്കുന്നവർക്ക് വീണ്ടും ഒരു സുവർണ അവസരം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് നിലവിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വരാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലേക്കുള്ള അഡ്മിഷൻസ് നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ, 999611699272. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്ററിലുള്ള പേയ്മെന്റ് ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം പേയ്മെന്റ് ഇതേ നമ്പറിൽ ചെയ്തിട്ട് അതേ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വനിതാ ഫയർമാൻ, ഫയർ വുമൺ അല്ലെ, ഇനി വരാൻ പോകുന്ന ഫയർ വുമൺ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മുടെ CPO എക്സൈസ്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന CPOക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ച് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പേയ്മെന്റ് 600 അല്ല 480 ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം തന്നെ അതിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വനിതാ ഫയർ ഓഫീസറിന്റെ വിജ്ഞാപനം വീണ്ടും രണ്ടാമത് വന്നതാണ്. ആദ്യം ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഒരുപാട് പേർക്ക് ഡിസ്പോസ് ആയി പോയി. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് വനിതാ ഫയർ ഓഫീസറിന്റെ വിജ്ഞാപനം രണ്ടാമത് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെപ്റ്റംബറിൽ 22 പരീക്ഷകളാണ് നടക്കാനായിട്ട് പോകുന്നത്. കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ്, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ സെപ്റ്റംബറിലാണ് നടക്കാൻ പോകുന്നത് എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പരീക്ഷകൾ നല്ല രീതിയിൽ എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിവിഷണൽ അക്കൗണ്ടന്റ് വരുന്നുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടറിന്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കേരള KFCയിലേക്കുള്ളത്, അതുപോലെ തന്നെ കാഷ്യർ കം അക്കൗണ്ടന്റ്, കെയർ ടേക്കർ, ഓപ്പറേറ്റർ ഗ്രേഡ് 2, ടഫേദാർ, പോസ്റ്റ്മാൻ, അതുപോലെ തന്നെ പവർ ലോണ്ടറി, സ്വീപ്പർ, ട്രേഡ്സ്മാൻ, ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ, വർക്കർ, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റുകൾ വരുന്നുണ്ട്, ലൈൻമാൻ വരുന്നുണ്ട്, അസിസ്റ്റന്റ് ഓഡിറ്റർ വരുന്നുണ്ട്, ഫാർമസിസ്റ്റ് വരുന്നുണ്ട്. ഇത്രയും പരീക്ഷകളൊക്കെ വരാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. പിന്നെ കെമിസ്റ്റ്, കെയർ ടേക്കർ ഒക്കെ സെപ്റ്റംബർ മാസത്തിലാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ 9 വിഷയങ്ങളിലായിട്ട് ഹൈസ്കൂൾ ടീച്ചറിന്റെ പരീക്ഷ ഓഗസ്റ്റ് 1 മുതലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ HSA സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. കാരണം HSA അവസാനമാണ് വിളിച്ചത്, സോഷ്യൽ സയൻസുകാരെ അവസാനമാണ് വിളിച്ചത്.
അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് HSA പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 66,000 പേരാണ് മൊത്തത്തില് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതുന്നത് ഫിസിക്കൽ സയൻസിലാണ്. അതുപോലെ തന്നെ 6 വിഷയങ്ങളിലായിട്ട് OMR, 3 വിഷയങ്ങളിൽ ഓൺലൈൻ പരീക്ഷകളുമാണ് നടത്താനായിട്ട് പോകുന്നത്. ഓക്കെ, 9 വിഷയങ്ങളിലാണ് HST പരീക്ഷ, 6 വിഷയങ്ങളിൽ OMR പരീക്ഷയും 3 വിഷയങ്ങളിൽ ഓൺലൈൻ പരീക്ഷയാണ് നടത്തുന്നത് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതിന്റെ ഡേറ്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്, കണ്ടല്ലോ. HSA മലയാളം August 1, സംസ്കൃതം August 1, അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ് August 4 പരീക്ഷ, തമിഴ് August 5 പരീക്ഷ, ഉറുദു August 5, ഫിസിക്കൽ സയൻസ് August 6 പരീക്ഷ വരുന്നത്, ഹിന്ദി August 7, മാത്തമാറ്റിക്സ് August 8, ഇംഗ്ലീഷിന്റെ പരീക്ഷ August 20. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PSC എന്ത് ചെയ്യുന്നു, 6 വിഷയങ്ങൾക്ക് OMR പരീക്ഷയും 3 വിഷയങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷയുമായിട്ടാണ് ഇതിനകത്ത് നടത്താനായിട്ട് പോകുന്നത്. അതിൽ തന്നെ മലയാളം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് OMR പരീക്ഷയും സംസ്കൃതം, തമിഴ്, ഉറുദു വിഷയങ്ങൾക്ക് ഓൺലൈൻ പരീക്ഷയുമാണ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ കൺഫർമേഷൻ നൽകി വരും. അതുപോലെ തന്നെ അസാധുവായവരുടെ ഒരു കണക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ അതുകൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അതുപോലെ PSC നിയമന നില എന്ന് പറഞ്ഞിട്ട് LGS എറണാകുളം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പാലക്കാട്, മൗണ്ടഡ് പോലീസിന്റെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ബാൻഡ് ബ്യൂഗ്ലറിന്റെ 445 ഒഴിവുകൾ ബാക്കി നിൽക്കിയ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തത് 276 ഒഴിവ് മാത്രമാണ്. ലിസ്റ്റിലുള്ളത് 131 പേര് മാത്രമാണ്. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് 1 താഴെ വന്നിട്ടും ആളിനെ എടുക്കാനായിട്ടില്ല എന്നാണ് നമ്മുടെ ഈ പറയുന്ന പോലീസിന്റെ ബാൻഡ് ബ്യൂഗ്ലറിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IGNOU ബിരുദത്തിന് തുല്യതാ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഹൈക്കോടതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ള ക്ലർക്ക് ക്യാഷ്യർ റാങ്ക് ലിസ്റ്റിൽ 3220 പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റിന്റെ സാധാ ലിസ്റ്റിൽ 1752 പേര് വന്നിട്ടുണ്ട്. HSST കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലേക്ക് 431 പേരുടെ അപേക്ഷ സാധുവായിട്ടുണ്ട്. പിന്നാക്ക സമുദായ പട്ടികയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 HSST തസ്തികകൾ പുതുതായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 446 തസ്തിക കൂടി ഭിന്നശേഷിക്കാർക്ക് വരുന്നുണ്ട്. അതുപോലെ ജല അതോറിറ്റിയിലേക്കുള്ള ഓവർസിയറിന്റെ സിലബസില് സിവിലിന്റെ സിലബസ് മാത്രമാണ് വന്നത്. പരാതിയുമായിട്ട് മെക്കാനിക്കുകാർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 61 പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള വിജ്ഞാപനങ്ങൾ പുതുതായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ, സെമി സ്കിൽഡ് വർക്കർ, അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് മെയിൻ മാനേജർ, അങ്ങനെയുള്ള തസ്തികകളൊക്കെയാണ് നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ കൊടുക്കുന്നത്, അല്ലെ. അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. നമുക്കറിയാം, നമ്മുടെ ഫോഴ്സ് എക്സാംസിൽ ആദ്യം നടക്കാൻ പോകുന്നത് ജൂലൈ 12 ഫയർമെന്റ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലേക്ക് നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഇതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PSC അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് LGS കോഴിക്കോട്, LGS തിരുവനന്തപുരം, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, LD ടൈപ്പിസ്റ്റ് കോട്ടയത്തിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ CPO ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്രാഷ് ബാച്ചിലേക്ക് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഫയർവുമന്റെ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഏതാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഏത് പോസ്റ്റാണ് വേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.